സുല്ലേട്ടാ, വാളയാറിലെ കുഞ്ഞുങ്ങളുടെ മരണം അത് നമുക്ക് എല്ലാവർക്കും വേദനയുള്ള 2017 നടന്ന കാര്യമാണ്. ഇപ്പോൾ വാർത്തകളിൽ വരുന്നത് CBI വരുന്നു, CBI അവരുടെ അമ്മയും രണ്ടാനച്ഛനെയും പ്രതി ചേർത്തുന്ന, അത് എത്രത്തോളം ശരിയാണ്? നമ്മൾ ചില കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യത്തില്ല. അപ്രിയമായ കാര്യങ്ങൾ ചിലപ്പോൾ സത്യങ്ങളായിരിക്കാം. ഇതിനകത്ത് പ്രതി ചേർത്തിരിക്കുന്നു, പോക്സോ കേസാണ്. അതിൽ അവർ കുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ളതല്ലോ കേസ്. രണ്ട് തരത്തിലുള്ള പ്രതികൾ. ഇവരെ പ്രതി ചേർത്തത് ഒരു ഗാർഡിയൻ അല്ലെങ്കിൽ വാർഡ് എന്ന നിലയിൽ പേരൻസിന് വീഴ്ചയുണ്ടോ? വീഴ്ച ഉണ്ടായാൽ ഈ നിയമപ്രകാരം അവരും കുറ്റക്കാരാണ്. അതെങ്ങനെ CBIക്ക് അതിൽ നിന്ന് വഴുതി മാറാൻ കഴിയും? ഇപ്പോൾ ആദ്യത്തെ കുട്ടി 2017 ജനുവരി 7-ാം തീയതി 13 വയസ്സുള്ള കുട്ടി മരിച്ചു. അതിനുശേഷം 3 മാസം കഴിഞ്ഞ് മാർച്ച് 4-ന് 9 വയസ്സുള്ള കുട്ടി മരിച്ചു. അപ്പോൾ ആദ്യത്തെ കുട്ടിക്ക് ഒരു മരണം സംഭവിച്ചു. അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനിത് CBI വെള്ളപൂശാൻ പറയില്ല. നമ്മളതിൻ്റെ ഫാക്ട്സ് നോക്കണം. അപ്പോൾ ഇന്നലെ ഞാൻ അതിലേക്ക് വരാം. ആദ്യത്തെ കുട്ടി മരിക്കുന്നു. 3 മാസം കഴിഞ്ഞ് രണ്ടാമത്തെ കുട്ടി 9 വയസ്സുള്ള കുട്ടി. അപ്പോൾ നമ്മുടെ സംശയം എന്ന് പറഞ്ഞാൽ 9 വയസ്സുള്ള കുട്ടി ഇതിൻ്റെ ഉത്തരത്തിൽ കയറി എങ്ങനെ കെട്ടിത്തുന്നു എന്നൊരു സംശയം സ്വാഭാവികമാണ്, ജെനുവിനാണ്, തർക്കമില്ല. പക്ഷേ ആദ്യത്തെ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നു, മരണകാരണം അറിയാം, സെക്ഷുവലി അബ്യൂസ് ചെയ്തെന്നറിയാം. അപ്പോൾ സ്വാഭാവികമായും പേരൻസ് ആ വഴിക്കൊന്ന് അന്വേഷിക്കത്തില്ലേ? ഞങ്ങൾ പണിക്ക് പോകുമ്പോൾ ഞാൻ വരാം ഞങ്ങൾ പണിക്ക് പോകുമ്പോൾ വീട്ടിൽ കുഞ്ഞുങ്ങൾ തന്നെയുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളെ ആരോ ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു കുട്ടി മരിച്ചു. അടുത്ത കുഞ്ഞവിടെയുണ്ട്. അതിൻ്റെ സംരക്ഷണയിൽ സ്വാഭാവികമായി ഒരു അതിജാഗ്രത പേരൻസ് പുലർത്തേണ്ടതാണ്. അത് വസ്തുതയാണ്. നമ്മളത് അപ്രിയമാണ്, അത് പറയാമോ എന്ന് ചോദിച്ചാൽ അത്തരം കാര്യങ്ങളോട് പറയണം. ഒരു അന്വേഷണ ഏജൻസിക്ക് അവർ ഇമോഷൻസ് വെച്ചിട്ടല്ല, വൈകാരികമല്ല ഒരു അന്വേഷണ ഏജൻസി പ്രവർത്തിക്കുന്നത്. സ്റ്റേറ്റ് പോലീസ് ആണെങ്കിലും ക്രൈംബ്രാഞ്ച് ആണെങ്കിലും CBI ആണെങ്കിലും പ്രവർത്തിക്കുന്നത്. പ്രത്യേകിച്ച് പോക്സോ പോലെയുള്ള കേസുകളിൽ ഇങ്ങനെ കുട്ടികളുടെ സംരക്ഷണയ്ക്ക് വീഴ്ച വരുത്തുന്നവർ കുറ്റവാളികളാകും. അവരത് കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നാണ് നിയമത്തിൽ പറയുക. അപ്പോൾ രണ്ടാമത് നടന്നിട്ടുള്ള റേപ്പ് ഉണ്ടെങ്കിൽ, മർഡർ ആണെങ്കിൽ അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇവരുടെ ഭാഗത്തുള്ളൊരു നെഗ്ലിജൻസാണ്. അങ്ങനെയാണ് അത് ഞാൻ മനസ്സിലാക്കുന്നത്. അന്വേഷണ ഏജൻസി കണ്ടെത്തിയിരിക്കുന്നത് എന്താണ് ചാർജ് എന്ന് ചോദിച്ചാൽ ഇതാണ് വീഴ്ച. അത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചാർജ് ഷീറ്റ് കണ്ടാലേ ഇവർക്ക് നേരെയുള്ള അക്യൂസിഷൻ, ആരോപണം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മൾ കണ്ടിട്ടില്ല, പത്രവാർത്തകളെ പറഞ്ഞു. എന്താ വിവിധ അതായത് ആദ്യത്തെ കുട്ടിയുടെ മരണശേഷം അതിൻ്റെ അതായത് ആദ്യത്തെ കുട്ടി മരിക്കുന്നത് അല്ലെങ്കിൽ അത് സെക്ഷൽ ഉപയോഗിക്കുന്നത് കണ്ടത് ഇളയ കുട്ടിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 3 മാസം കഴിഞ്ഞിട്ടാണ് ഈ രണ്ടാമത്തെ കുട്ടി മരിക്കുന്നത്. അപ്പം നമ്മുടെ പോലീസിനോ അല്ലെങ്കിൽ അതിലെ പേരൻസിനോ അതൊന്നും ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് തന്നെയാണ് CBI ചോദിക്കുന്നത്. രണ്ടാമത്തെ പോലീസിന് പേരൻസിന് എന്തുകൊണ്ട് ഫോളോ അപ്പ് ചെയ്യാൻ കഴിഞ്ഞില്ല? അപ്പോൾ അവരുടെ ഭാഗത്തൊരു ജാഗ്രത കുറവുണ്ട്. അതുകൊണ്ടാണ് രണ്ടാമത്തെ മരണമെങ്കിലും സംഭവിച്ചെന്ന് CBI പറഞ്ഞ് കണ്ടെത്തിയിൽ തെറ്റില്ല എന്ന് ഇപ്പോൾ വരികൾക്കിടയിലൂടെ ബബിത പറഞ്ഞു. പിന്നെ പോലീസിൻ്റെ കാര്യം, പോലീസിൻ്റെ അന്വേഷണം ഫലപ്രദമല്ല എന്ന് കണ്ടിട്ടാണല്ലോ CBIക്ക് വിട്ടത്. ഇപ്പം ഞാനൊരു കാര്യം പറയാം. ഞാൻ വേറൊരു കേസിൻ്റെ കഥ പറയാം. ഞാൻ ഈ പത്രത്തിൽ ജോലി ചെയ്യുമ്പോൾ 10-15 വർഷക്കാലം ഈ ക്രൈം ബീറ്റ് നോക്കിയത്. പത്രങ്ങളിൽ റിപ്പോർട്ടർമാർക്ക് ഓരോ ബീറ്റുണ്ട്. ചിലർ കല നോക്കും, ചിലർ പൊളിറ്റിക്സ് നോക്കും, ചിലർ പോലീസ് നോക്കും. ഞാൻ പ്രധാനമായും നോക്കിയിരുന്നത് ക്രൈം മീൻസ് പോലീസ് ആൻഡ് കോർട്ടായിരുന്നു നോക്കുക. ഹൈക്കോർട്ടിലെ കാര്യങ്ങൾ, ഹൈക്കോർട്ട് ലേഖനായിരുന്നു. അതോടൊപ്പം തന്നെ പോലീസ് ക്രൈം ബീറ്റ് നോക്കി. പോലീസ് എന്ന് പറയുമ്പോൾ പോലീസ് വരും, ക്രൈംബ്രാഞ്ച് വരും, CBI വരും. അങ്ങനെയുള്ള ബീറ്റുകൾ ഞാൻ നോക്കിയിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ആ മേഖലയിലുള്ള പല ഓഫീസർമാരുമായിട്ടും പല ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർമാരുമായിട്ടും എനിക്ക് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ആ ഇടയ്ക്ക് അഭയ കേസൊക്കെ ഞാൻ അങ്ങനെ ചെയ്തതാണ്. അഭയ കേസിൽ ഏറ്റവും കൂടുതൽ എക്സ്ക്ലൂസീവ് സ്റ്റോറികൾ ചെയ്തതും രണ്ടാമത് ആ കേസ് ലൈവാക്കുന്നതിൽ വലിയൊരു പങ്ക് എൻ്റെ പത്രം, എൻ്റെ റിപ്പോർട്ടുകൾ അന്ന് സഹായിച്ചിട്ടുണ്ട്. നമ്മളാണ് കേരളത്തിൽ വലിയ സ്ഫോടനം ഉണ്ടാക്കിയൊരു വാർത്ത, മീൻസ് ഞാനാണ് റിപ്പോർട്ട് ചെയ്തത്. അതായത് സിസ്റ്റർ സെഫി എന്ന് പറഞ്ഞ കന്യാസ്ത്രീ കൃത്രിമമായി കന്യാചർമ്മം വെച്ച് പിടിപ്പിച്ചു എന്നുള്ള വാർത്ത കേരളമുതിൽ ഞാനാണ് എൻ്റെ പേര് വെച്ച് ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത്. അത് വലിയ കൊള്ളക്കം ഉണ്ടാക്കിയിട്ട് മനഃപൂർവ്വം സഭയെ ആക്ഷേപിക്കാൻ വേണ്ടി ഞാൻ എഴുതിയ റിപ്പോർട്ടാണെന്ന തരത്തിലൊക്കെ ചില കേന്ദ്രങ്ങൾ പ്രചരിപ്പിച്ചു. ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ എടുത്ത് നോക്കിയാൽ അഭയ കേസ് വടയാർ സുനിൽ നഴിച്ചാൽ എന്നെ തെറി പറയുന്ന കുറേ ലേഖനങ്ങൾ കാണാം. പക്ഷേ ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ സെയിം റിപ്പോർട്ട് CBI കൊണ്ട് കോടതി കൊടുത്തു. സിസ്റ്റർ സെഫി കൃത്രിമമായി കന്യാചർമ്മം വെച്ച് പിടിപ്പിച്ചു എന്നുള്ള CBIയുടെ അന്നത്തെ SP നന്ദകുമാറിൻ്റെ റിപ്പോർട്ടിലുണ്ട്. അപ്പോൾ ഞാനത് 4 മാസം മുമ്പേ നമ്മളത് മനസ്സിലാക്കി. അതൊരു പത്രപ്രവർത്തകൻ്റെ ഒരു മികവാണ്, അല്ലെങ്കിൽ അയാളുടെ ബന്ധങ്ങളിലുകൊണ്ടാണ്. അപ്പോൾ ഏതായാലും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ നടന്ന വേറൊരു സംഭവമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്.
ഞാൻ സ്ഥലമൊന്നും പറയുന്നില്ല, ആളുകൾക്ക് മനസ്സിലാവും. എന്നാൽ പോലും പ്രകടമായി പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ആളുകൾ ഊഹിച്ചാൽ മനസ്സിലാവും. സെൻട്രൽ കേരളയിലെ ഒരു പ്രമാദമായ കൊലക്കേസ്, ഒരു പെൺകുട്ടി കൊല്ലപ്പെടുന്നു അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. ഞാൻ ഡീറ്റെയിൽസ് തന്നെ, ആ കുട്ടി ഒരുപാട് കാലം ആശുപത്രി കിടന്നു, സെപ്റ്റിസീനിയ എന്ന മറ്റ് പറഞ്ഞിട്ട് ആന്തരാവയവങ്ങളിൽ പഴുപ്പ് ബാധിച്ച ആ കുട്ടി കൊല്ലപ്പെട്ടു. അത് ഞാൻ മരിച്ചുപോയ ഒരാളെക്കുറിച്ച് ഞാൻ മോശപ്പെടുത്താൻ വേണ്ടി പറയല്ല. അതൊക്കെ വന്നിട്ട് അവസാനം CBI ആ കേസിൽ കുറ്റപത്രം കൊടുത്ത CBIയുടെ കുറ്റപത്രം കോടതി തള്ളി അതിനിശിതമായി CBI ഉദ്യോഗസ്ഥനെ വിമർശിച്ചു. എൻ്റെ സുഹൃത്തായിരുന്നു ആ CBI ഓഫീസർ. ഞാൻ അദ്ദേഹത്തിനോട് സംസാരിച്ചു, എന്താണ് അങ്ങനെ സംഭവിച്ചത്? അങ്ങേപോലെ ക്രെഡിബിലിറ്റിയുള്ള ഒരു ഓഫീസർ കോടതി പ്രഥമ ദൃഷ്ടിയാ തള്ളുന്ന തരത്തിലൊരു ചാർജ് ഷീറ്റ് കൊടുത്തത് എന്താണ്? അദ്ദേഹം പറഞ്ഞു, അങ്ങനെയല്ല, നമ്മൾ ഗാദർ ചെയ്ത തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കൊടുത്തത്. അപ്പോൾ കോടതി തള്ളും, സ്വീകരിക്കും, അതൊക്കെ സാങ്കേതികമാണ് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് മറ്റൊരു സന്ദർഭത്തിൽ വേറൊരാൾ എന്നോട് പറഞ്ഞു, അതിനകത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. കാരണം ആ കേസിൽ യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവം, ആ കുട്ടി റേപ്പ് ചെയ്യപ്പെട്ട കുട്ടിയാണ്. റേപ്പ് ചെയ്ത വീട്ടിൽ നിന്ന് അതിൻ്റെ സാമ്പിളുകൾ എടുത്തു. കുട്ടിയുടെ ശരീരത്തിൽ നിന്നും വസ്ത്രത്തിൽ നിന്നും സാമ്പിളുകൾ എടുത്തപ്പോൾ ആ കുട്ടിയുടെ ഏറ്റവും അടുത്ത ഒരു ബന്ധുവിൻ്റെ സാമ്പിൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കുട്ടി മരിച്ചത്. ആ കുട്ടിയുടെ മാതാപിതാക്കളും ആത്മഹത്യ ചെയ്തത്. എനിക്ക് ആ കുട്ടി മരിച്ചു, അവരുടെ പേരൻസും മരിച്ചു. അതിനുശേഷം ആ ഒരു സത്യം പറഞ്ഞ് അവരെ അപകീർത്തിപ്പെടുത്താൻ എനിക്ക് ആ ഉദ്യോഗസ്ഥന് താല്പര്യമില്ലായിരുന്നു എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് കൃത്യമായി പറയുന്നില്ല, കാരണം നമ്മൾ മരണത്തിന് ശേഷം ചില ആളുകളെ അങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. മാത്രമല്ല, അദ്ദേഹം എന്നോട് പറഞ്ഞു, ആ കുട്ടിയുടെ വീട്ടിൽ വല്ലാത്തൊരു അനാർക്കിസമായിരുന്നു. ആ കുട്ടിയുടെ അച്ഛൻ ഇത്തിരി ദുർമന്ത്രവാദം, ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്യുന്ന ആളായിരുന്നു. ഞങ്ങൾ ആ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ ആ മേശപ്പുറത്ത് ഇരിക്കുന്ന പുസ്തകങ്ങൾ സെക്സ് റിലേറ്റഡ് പുസ്തകമാണ്. കാമശാസ്ത്രം മുതൽ അത്തരത്തിലുള്ള പുസ്തകങ്ങളൊക്കെ ആ വീട്ടിൽ പരസ്യമായി മേശപ്പുറത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഈ കുട്ടിയും വായിക്കുന്നുണ്ട്. അപ്പോൾ വലിയ കോളിലൊക്കെ ഉണ്ടാക്കിയ കേസാണ്. എനിക്ക് കുറച്ചുകൂടെ പറയണമെന്നുണ്ട്, ഞാനത് പറയുന്നില്ല. അപ്പോൾ ചിലപ്പോൾ ചില ഉദ്യോഗസ്ഥന്മാർ അവരുടെ മനസാക്ഷിക്ക് മരണത്തിന് ശേഷം ഒരാളെ, ഒരു കുടുംബത്തെ വീണ്ടും പൊതുജനത്തിൻ്റെ മുന്നിൽ അവകാശമാക്കണോ എന്ന് കരുതിയിട്ട് ചിലരൊക്കെ ചില കോംപ്രമൈസ് ചെയ്യുന്നവരുണ്ടാവും. ചിലരെന്ത് ചെയ്യുന്നറിയോ, വസ്തുതയാണ്, അതങ്ങനെ തന്നെ പറയണം, എന്താ കുഴപ്പം എന്ന് തീരുമാനിക്കുന്നവരുണ്ട്. ഈ കേസിൽ ഞാൻ മനസ്സിലാക്കുന്ന രണ്ടാമത്തെ തരത്തിൽ ചിന്തിക്കുന്നൊരു ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ ചാർജ് ഷീറ്റ് കൊടുത്തത്. കാരണം കുട്ടികൾ ലൈംഗികമായി ഉപയോഗിക്കപ്പെട്ടു, കൊലപാതകമെന്ന് സംശയിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളുണ്ടായി. പക്ഷേ അതിന് കാരണം രണ്ടാമത്തെ കുട്ടിയുടെ മരണമെങ്കിലും ഒഴിവാക്കാമായിരുന്നു. എന്ത് ചെയ്തിരുന്നെങ്കിൽ ആ പേരൻസ് മതിയായ ശ്രദ്ധ പുലർത്തി. അത് അവരുടെ വീഴ്ചയാണ്. കുട്ടികളുടെ മരണത്തിന് കാരണക്കാരാവുന്നത് അച്ഛനമ്മമാരാണെങ്കിൽ അവരെ എന്തിനു സ്പെയർ ചെയ്യണം, അവരെ എന്തിനു ഒഴിവാക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു ഓഫീസർ കൊടുത്ത ചാർജ് ഷീറ്റിൽ നിയമപരമായി അത് ശരിയാണ്. അപ്പോൾ അതിൽ നമ്മൾ വില്ലപിച്ചിട്ട് കാര്യമില്ല. അത് വേണമെങ്കിൽ ആദ്യത്തെ ഓഫീസറെ പോലെ അത് വേണം വിട്ടുകളയാം എന്ന് അദ്ദേഹത്തിന് പറയാം. പക്ഷേ സ്ട്രിക്റ്റ്ലി നൂല് പിടിച്ചതുപോലെ നിയമം നടപ്പാക്കുന്ന ചില ഓഫീസർമാരുണ്ട്. ഇടം ബലം വ്യത്യാസമില്ല. എനിക്കറിയാം, എൻ്റെ ഒരു സുഹൃത്ത് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവിടെ നിന്ന് വർക്കലയ്ക്ക് ട്രാൻസ്ഫർ ആയിപ്പോയി. ഒരു പോലീസ് ഓഫീസറാണ്, കൊച്ചിയിൽ നിന്ന് വർക്കലയ്ക്ക് പോയി. ഞങ്ങൾ എല്ലാ ദിവസവും ഫോണിൽ സംസാരിക്കുന്ന ഒരു മുതിർന്ന ഓഫീസർ, സാധാ പോലീസുകാരനൊന്നുമല്ല. അദ്ദേഹം അവിടെ നിന്ന് കഴിഞ്ഞിട്ട് ഒരു ദിവസം എന്നെ പെട്ടെന്ന് തന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, അതെ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. ഞാൻ പറഞ്ഞു, എന്താ? നിങ്ങൾക്ക് ഇന്ന ആളുമായിട്ട് നല്ല അടുപ്പമല്ലേ, എന്നെ ഒന്ന് ഇവിടുന്ന് സ്ഥലം മാറ്റിച്ചു തരുമോ? പുള്ളി ഇലക്ഷൻ കഴിഞ്ഞിട്ട് അവിടെ കണ്ടിന്യൂ ചെയ്യുക. ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ ആ ഉദ്യോഗസ്ഥന്മാരെ പഴയ പോസ്റ്റിലേക്ക് തിരിച്ചു കൊണ്ടുവരും. പക്ഷേ ഇദ്ദേഹത്തിനെ അവിടെ ഒന്നും വിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താ അവിടെ പ്രശ്നം? വർക്കലയല്ലേ, നല്ല സ്ഥലമല്ലേ? അത് തന്നെയാണ് പ്രശ്നം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള 2 സ്റ്റേഷനുകളിലൊന്ന് വർക്കലയും ഒന്ന് മൂന്നാറുമാണ്. അവിടെ പോലീസ് സീനിയർ ഓഫീസർമാരാകാൻ വേണ്ടി ഇടിയാണ്. കാരണം അവിടെ ഏറ്റവും കൂടുതൽ സ്വകാര്യ റിസോർട്ടുകളുണ്ട്. എല്ലാ റിസോർട്ടിൽ നിന്നും മാസാദ്യം ഒരു പൊതി കിട്ടും. പുള്ളി പറഞ്ഞു, എനിക്ക് പൊതി വേണ്ട. മാസപ്പടിയോ എന്ത് പടിയത്, എനിക്ക് പൊതി വേണ്ട, എനിക്ക് പൊതി വേണ്ട. ഈ പൊതി 5 പൈസ ഒരു നാരങ്ങാ വെള്ളം ഒരാടെ നിന്ന് വാങ്ങിച്ച് കഴിക്കാത്ത പരമസാത്വികരായ ഒരു പോലീസ്, എനിക്ക് ഒരു രക്ഷയില്ല. ഇവന്മാർ 1-ാം തീയതി ആകുമ്പോഴാണ് ആ പരിപാടി എനിക്ക് പറ്റത്തില്ല. നിങ്ങൾ ആ അദ്ദേഹത്തോട്, ഞാൻ ആ പേര് പറയുന്നില്ല, ഏത് കാലഘട്ടമാണെന്ന് ഒന്ന് പറഞ്ഞാൽ
അതും നടക്കും എന്ന് പറയുന്നത്. ബാക്കി എന്ത് സംഭവിച്ചത് ഞാൻ പറയുന്നില്ല. അങ്ങനെ കരുതുന്ന ഓഫീസർമാരും ഉണ്ട്. അപ്പോൾ പോലീസ് ഓഫീസർമാരെല്ലാവരും കുഴപ്പക്കാരാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല ആളുകളുണ്ട്, ചിലർ വഴങ്ങുന്നവരുണ്ട്, ചിലർ ഇങ്ങനെ നൂല് കെട്ടിപ്പോകുന്നവരുണ്ട്. അപ്പം ഞാൻ പറയുന്നത് ഇപ്പോൾ എനിക്ക് ആ കുട്ടിയുടെ അമ്മ പറഞ്ഞ ഒരു കാര്യമുണ്ട്, CBI അന്വേഷണത്തിൽ വിശ്വാസമില്ല. കേരള പോലീസായിരുന്നു ഇതിലും ഭേദമെന്നും പറയുന്നു. കേരള പോലീസാണ് ഭേദം എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഇവർ ധർമ്മടത്ത് പോയി മത്സരിച്ചത്? എന്തുകൊണ്ടാണ്? അതാ ഞാൻ ചോദിക്കായിരുന്നു. എന്തുകൊണ്ടാണ് ഇവർ തലമുട്ടയടിച്ചത്? എന്തുകൊണ്ടാണ്? ഇസ്ലാമിക് ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു ഇതിലാണ് ആരുടെ സ്ഥാനാർത്ഥിയാണെങ്കിലും എന്തുകൊണ്ട് പിണറായി വിജയനെതിരെ ഈ കുട്ടിയുടെ അമ്മ മത്സരിച്ചു? ആ കുട്ടിയുടെ അമ്മ മത്സരിച്ച കേരള പോലീസിന് നീതി കിട്ടുന്നില്ലെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് തലമുട്ടയടിച്ചു? പോലീസ് നീതി പുലർത്തുന്നില്ല എന്നുകൊണ്ടാണ്. കേരള പോലീസ്, അതിനകത്തൊരു പോലീസ് ഓഫീസർ വളരെ മോശമായി ഈ കുട്ടിയെ കുറിച്ച് സംസാരിച്ചു. ആ ഉദ്യോഗസ്ഥന് ഗുഡ് സർവീസ് എൻട്രി കൊടുത്തത് ആരാണ്? കേരള പോലീസാണ്, മുഖ്യമന്ത്രിയാണ്, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരാണ്. ഇപ്പോൾ CBI വന്നിട്ട് പേരൻസ്, മാതാപിതാക്കൾ എന്ന നിലയിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായി എന്നുള്ള അപ്രിയ സത്യം പറയരുതെന്നാണ് പറയുന്നത്. ആ അപ്രിയ സത്യം ഒരു ഓഫീസർ പറഞ്ഞു എന്നതുകൊണ്ട് CBI കൊള്ളില്ല എന്ന് പറയുന്നത് എന്ത് യുക്തി? അപ്പോൾ ഇന്നലെ വരെ സ്റ്റേറ്റ് പോലീസിനെ കുറിച്ച്, ആഭ്യന്തര വകുപ്പിനെ കുറിച്ച്, പിണറായി വിജയനെക്കുറിച്ച് ഈ അമ്മ പറഞ്ഞ വാക്കുകൾക്ക് എന്ത് പ്രസക്തി? നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ലഭ്യമായ ഏറ്റവും പ്രീമിയർ ഏജൻസി, ക്രൈം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ CBIക്ക് അപ്പുറത്ത് വേറൊരു ഏജൻസി ഇല്ല. CBI അല്ലാതെ വേറെ ആരുമില്ല. CBI കൂടെ വിട്ടു കഴിഞ്ഞാൽ പിന്നെ അന്വേഷിക്കാൻ ആളില്ല. CBI ഒഴിച്ചൊരു കേസ് വീണ്ടും കേരള പോലീസിന് റീഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അവരെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് കോടതി പറഞ്ഞിട്ട് പോയതല്ലേ. അപ്പോൾ ഇത് ഒരു വലിയ ടെക്നിക്കലി നമുക്ക് വേദനിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ പ്രതികളെ ശിക്ഷിക്കപ്പെട്ടു. ഇപ്പം അവർ പറയുന്നതിൽ ഞങ്ങളെ പ്രതിയാക്കി എന്നതുകൊണ്ട് ഈ CBI കൊള്ളത്തില്ല എന്ന് പറയുന്നതാണെങ്കിൽ അത് ഒരു അയുക്തി നിറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് എനിക്കാണ്. ഞാനും ഈ പറയുന്ന അപ്രിയ സത്യമാണ്. കാരണം CBI കാണിച്ചത് പോക്കൃത്തരമാണ്, CBI കൂട്ടിലടച്ച തത്തയാണ്, CBI വൃത്തികെട്ടവന്മാരാണ് എന്നൊക്കെ പറയണമെന്ന് ആഗ്രഹിച്ചാൽ എനിക്ക് പറയാൻ സൗകര്യമില്ല. കാരണം ഉടനെ പറയും നീ സംഘിയാണ്, സംഘി സർക്കാരിൻ്റെ CBI അല്ല. കാരണം ഞാൻ ചോദിക്കുന്നത് നമ്മുടെ വീട്ടിൽ ആണ്, അത് ഞാൻ അസുഖകരമായ കാര്യമാണ്, ഇത്തരം ഒരു സംഭവം ഉണ്ടായെന്ന് ഓർക്കുക. ഒരു കുട്ടി ഇത്തരം സാഹചര്യത്തിൽ മരിച്ചു, അതിൻ്റെ കോസ് ഓഫ് ഡെത്തും നമുക്കറിയാം. അപ്പോൾ ആ ആളുകൾ വീണ്ടും അവിടെയൊക്കെ വാണ്ടർ ചെയ്യുന്നുണ്ട്, അതിന് ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്, അവർ നിർഭയം നിരന്തരം നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അടുത്ത കുട്ടിയെങ്കിലും, പ്രത്യേകിച്ച് ആദ്യത്തേന് സാക്ഷിയാണെന്ന് പറയുന്ന കുട്ടിയെങ്കിലും ഒരു കരുതലോടെ നോക്കേണ്ടത് ആരുടെ ബാധ്യതയാണ്? ഒന്നാമത് മാതാപിതാക്കളുടെ അല്ലേ? അപ്പോൾ പോക്സോ നിയമപ്രകാരം അതൊരു വീഴ്ചയാണ്, അതൊരു കുറ്റമാണ്. ദാറ്റ് എമൗണ്ട്സ് ടു എ ക്രൈം. അതാണ് CBI പറഞ്ഞത്. ഞാനും ഇങ്ങനെ ആലോചിക്കാറുണ്ട്. ഇപ്പം നമ്മളൊക്കെ അമ്മമാരാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അവർ നമ്മളോട് പറയും. അപ്പോൾ അതുപോലെ ഈ മൂത്ത കുട്ടിയുടെ ഉണ്ടായ അവസ്ഥ എന്തായാലും ആ കുട്ടി അതിൻ്റെ അമ്മോട് പറഞ്ഞിട്ടുണ്ടാവില്ലേ? അല്ല, അതൊക്കെ നമുക്ക് അറിയില്ല. ചിലപ്പോൾ കുട്ടികൾ പറഞ്ഞിട്ടുണ്ടാവില്ല, പേടിച്ച് പറയാതിരിക്കും. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന, നമ്മൾ മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ. ബ്രിട്ടനിൽ 25,000 കുട്ടികൾ വീതം കഴിഞ്ഞ 10 വർഷമായി പീഡിപ്പിക്കപ്പെട്ടു. അതിൽ പല കുട്ടികളും അത് പാകിസ്ഥാനിൽ നിന്ന് വന്ന മുസ്ലിംസാണ്. അവർ വൈറ്റ് ഗേൾസിനെ പ്രധാനമായും, ആ കൂട്ടത്തിൽ ഹിന്ദുക്കളും സിഖുകാരും മറ്റുള്ളവരും ഉണ്ട്, എന്നാൽ മഹാഭൂരിപക്ഷവും വെള്ളക്കാരുടെ മക്കളാണ്. 10, 12, 9 വയസ്സ് പ്രായമുള്ള കുട്ടികളെ ഇവരെ പീഡിപ്പിക്കുകയാണ്. എന്നിട്ട് പറയുന്നത് എന്താണ്? മിണ്ടിപ്പോയാൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കും, നീ കൊന്നുകളയും, അല്ല നിൻ്റെ അച്ഛനെ കൊല്ലും, നിൻ്റെ അമ്മയെ കൊല്ലും എന്നൊക്കെ പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ നിശബ്ദരാക്കാൻ പറ്റും. അപ്പോൾ ഏതായാലും വാളയാറിലെ ആ കുഞ്ഞുങ്ങളുടെ മരണം നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുന്നതാണ്. നമ്മളുടെ ഒരുപാട് രാത്രികളിലെ ഉറക്കം നഷ്ടപ്പെടുത്തിയതാണ്. ഓർക്കുന്നില്ലേ ആ ക്യാമ്പയിൻ, ചെറിയ പെറ്റിക്കോട്ടുകൾ കാണിച്ചുള്ള ആ ക്യാമ്പയിനൊക്കെ നമ്മുടെ മനസ്സിനെ വല്ലാതെ തൊട്ടതാണ്, വേദനിപ്പിച്ചതാണ്. ആ കുട്ടികളുടെ ആത്മാവിനോട് നീതി പുലർത്താൻ കേരളീയ സമൂഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു സത്യമാണ്. ഞാനിന്ന് മനോരമയെ കണ്ടു, ആ കുഞ്ഞുങ്ങൾ നട്ടു വളർത്തിയ റോസാപ്പൂവിൽ നിന്ന് ഒരു പൂവ് വിടർന്നു നിൽക്കുന്ന ചിത്രം. ഇന്ന് മനോരമ പ്രസിദ്ധീകരിച്ചത് ആ കുട്ടികൾ നട്ട റോസാപ്പൂ തന്നെയാണോ, റോസാച്ചെടി തന്നെയാണോ, അതിപ്പോഴും ഈ 2017 7-8 വർഷം കഴിഞ്ഞ് ഇപ്പോഴും റോസാച്ചെടി അതുപോലെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഇല്ല. എന്തായാലും പ്രതീകാത്മകമായിട്ടാണെങ്കിലും അങ്ങനെ ഒരു ചിത്രം പ്രസിദ്ധീകരിച്ചത് വീണ്ടും നമ്മുടെ മനസ്സിനെ ഉലച്ചു. നമുക്ക് നീതി പുലർത്താൻ പറ്റില്ല. ചില കാര്യങ്ങളിലൊക്കെ നമ്മുടെ രാഷ്ട്രീയം കാണും. സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഗുരുതരമായ വീഴ്ചയുണ്ടായ ഒരു കേസാണ് വാളയാറിലെ കുട്ടികൾക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാൻ. ഞാനിപ്പോഴും ഓർക്കുന്ന മറ്റൊരു ചിത്രം, പിണറായി വിജയനെ കണ്ടിട്ട് ആ കുഞ്ഞുങ്ങളുടെ അമ്മ പിണറായിയുടെ കാലിൽ വീഴുന്ന ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ വല്ലാതെ നമ്മളെ അലട്ടുന്ന ചില ദൃശ്യങ്ങളാണ്. ആ കുഞ്ഞുങ്ങൾക്ക് നീതി കിട്ടിയോ എന്ന് ചോദിച്ചാൽ
നീതി കിട്ടിയില്ല എന്ന് പറയാൻ ഞാൻ തയ്യാറാണ്. അതല്ല, അതിനപ്പുറത്ത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ചില പരാജയങ്ങളാണ്. അപ്പോൾ CBI പറഞ്ഞത് അപ്രിയമായ ഒരു കാര്യമാണ്. CBIക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കാമായിരുന്നു. അത് ഞാൻ വീണ്ടും പറയുന്ന പോലെ ഇങ്ങനെ വരവണ്ണം വ്യത്യാസമില്ലാതെ നിയമം നടപ്പാക്കണം എന്ന് കരുതുന്ന ചില ഉദ്യോഗസ്ഥന്മാർ ചെയ്തതായിരിക്കാം. അതുകൊണ്ട് CBI മോശമാണ് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്നവരെയെല്ലാം ഒരന്വേഷണത്തിൻ്റെ ഭാഗമായി പ്രതിയാക്കണം എന്ന് ശഠിക്കുന്നത് നമ്മുടെ ഒരു ബോധ്യമായിരിക്കും. പക്ഷേ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് അതിലേക്ക് നയിക്കുന്ന ലീഡ്സ് വേണം, തെളിവുകൾ വേണം, അതെല്ലാം വേണം. അല്ലാതെ അവരും അങ്ങനെയായിപ്പോൾ ഇനി ആരന്വേഷിക്കാൻ? ആരും അന്വേഷിക്കാനില്ല. അപ്പോൾ ഇതാണ് വിധി. വേണമെങ്കിൽ കോടതി ഒരു പുനരന്വേഷണം, ഫർദർ ഇൻവെസ്റ്റിഗേഷനോ ഒക്കെ ഓർഡർ ഇടുവാണെങ്കിൽ അങ്ങനെ വരട്ടെ. കാരണം അഭയ കേസിൽ എത്ര അന്വേഷണം നടന്നു. അതുപോലെ വരുമെങ്കിൽ പുതിയ സത്യങ്ങൾ വല്ലതും ഉണ്ടാവും നോക്കാം. ഏതായാലും കോടതി ഇനിയിപ്പം റിപ്പോർട്ടല്ലേ വന്നിട്ടുള്ളൂ. ഇനി കോടതി മുമ്പാകെ വരണം, കോടതി അത് പരിശോധിക്കണം, കോടതി അത് അക്സെപ്റ്റ് ചെയ്യുമെന്ന് അറിയണം, കോടതിക്ക് വേണം തള്ളാം, വീണ്ടും അന്വേഷിക്കാൻ പറയാം. ഏതായാലും ആ കുഞ്ഞുങ്ങൾക്ക് നീതി കിട്ടിയില്ല എന്ന ഭാഗത്തോട് നമുക്ക് യോജിക്കാം. കാരണം നമുക്കൊരു തീരാവേദനയായിട്ടാണ് ആ കുഞ്ഞുങ്ങൾ ഇന്ന്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.